ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. രണ്ടാമത്തെ പാഠത്തിൻ്റെ പേരാണ് ഫുഡ് ആൻഡ് ഹ്യൂമൻ. ഇവിടെ ഒരു ഡയറി കുറിപ്പ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം ഡയറി. Today there was a food fest in our school in connection with World Food Day. How interesting it was! All of us brought different dishes as our teacher had instructed. I visited every stall with my friends. What a variety of dishes! Variety of dishes made from tapioca, jackfruit, millet, tuber and fruits were there. Many foods items like laddu, halwa, payasam, cakes, sweets and pickles were also there. Oh, seeing all those my mouth watered. Then our class teacher also joined us. Teacher brought us sweets and payasam. How tasty it was! These flowers still stay on my tongue. Have you read the diary entry of a student named Sibi? What are the food items mentioned in the diary entry? ഇവിടെ മുകളിൽ സിബി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആ കുട്ടിയുടെ സ്കൂളിൽ ഒരു ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫുഡ് ഫെസ്റ്റിൽ ഓരോ കുട്ടികളും ടീച്ചർ പറഞ്ഞതിനനുസരിച്ച് ഓരോരോ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഐറ്റംസ് എല്ലാം ടാപ്പിയോക്കോ, ജാക്ക് ഫ്രൂട്ട്, മില്ലറ്റ്, ട്യൂബർ ആൻഡ് ഫ്രൂട്ട്സ്. ടാപ്പിയോക്കോ മരച്ചീനി, ചക്ക, റാഗി, മില്ലറ്റ്സ്, ട്യൂബർ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നും പഴങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഐറ്റംസ്. എന്തൊക്കെ ഐറ്റമാണ് അവരുണ്ടാക്കിയത്? ലഡു, ഹൽവ, പായസം, കേക്ക്, സ്വീറ്റ്സ് ആൻഡ് പിക്കിൾസ്. ഇത് കഴിച്ചത് സീയിങ് ഓൾ ദിസ്, ഇത് കഴിച്ചതും ആ കുട്ടിയുടെ വായിൽ വെള്ളം വന്നു എന്നാണ് പറയുന്നത് അല്ലേ. നമുക്കിതെല്ലാം കാണുമ്പോഴും കഴിക്കുമ്പോഴും ഇതേപോലെ ഒരു ഫെസ്റ്റ് നമ്മുടെ സ്കൂളിൽ നടന്നാലോ? വളരെ ടേസ്റ്റി ആയിരിക്കും, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ വായിൽ നല്ല വെള്ളം ഊറും. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് മെൻഷൻ ഇൻ ദ ഡയറി എൻട്രി? ഏതൊക്കെ ഐറ്റമാണ് അവിടെ ഉണ്ടായിരുന്നത്? ലഡു, ഹൽവ, പായസം, കേക്ക്, സ്വീറ്റ്സ്, പിക്കിൾസ് അല്ലേ. ബിസൈഡ്സ് ദീസ് വാട്ട് ആർ ദ അതർ ഫുഡ് ഐറ്റം യു ഹാവ് ഹാഡ്? പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ദം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരാണ് എഴുതാൻ വന്നിരിക്കുന്നത്. The food we eat has very long history. Don't you wish to know that history? നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണ രീതിക്കും എല്ലാത്തിനും വലിയൊരു ചരിത്രമുണ്ട് എന്നാണ് പറയണേ. നിങ്ങൾക്ക് അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലേ. എങ്കിൽ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണവും അത് വന്നിരിക്കുന്ന രീതി എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഒന്നാമത്തെ ടോപ്പിക്കാണ് ഒബ്റ്റെയിനിങ് ഫുഡ്. You know that food is one of the essential element for human survival. സർവൈവൽ എന്ന നിലനിൽപ്പ്. നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ, നമ്മൾക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് എന്ത് ആവശ്യമാണ്? ഫുഡ് വേണം. ഒരു ദിവസം ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓൾ ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. നമ്മൾ മാത്രമാണോ, മനുഷ്യർ മാത്രമാണോ ഭക്ഷണം കഴിക്കുന്നത്? അല്ല, മനുഷ്യരും മൃഗങ്ങളും അതുപോലെ ചെടികളും മരങ്ങളും എല്ലാം ലിവിങ് തിങ്സിന് എല്ലാത്തിനും എന്താ ആവശ്യമാണ്? ഭക്ഷണം ആവശ്യമാണ് അല്ലേ. ചെടികൾക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്, വളം ഇട്ട് കൊടുക്കാറുണ്ട്. ദർ ഫുഡ് ഡ്യൂറിങ് ഏർലി ടൈംസ് വാസ് മെയിൻലി ലീവ്സ്, ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ് ആൻഡ് ഗ്രെയിൻസ്. പണ്ട് കാലത്ത് എങ്ങനെയൊക്കെ ഭക്ഷണം? ലീവ്സ്, ഫ്രൂട്ട്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇലക്കറികൾ, ധാന്യവർഗ്ഗങ്ങളൊക്കെയാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. സം ക്രിയേച്ചേഴ്സ് കിൽഡ് അതർ ക്രിയേച്ചേഴ്സ് ആൻഡ് ഹാഡ് ദെയർ ഫുഡ്. ഭക്ഷണത്തിന് വേണ്ടി ചില ജീവികൾ മറ്റുള്ള ജീവികളെ, വന്യമൃഗങ്ങൾ ചെറിയ ചെറിയ ജീവികളെ കൊന്ന് ഭക്ഷണമാക്കുമായിരുന്നു. ഇൻ ദ ബിഗിനിങ് ഹ്യൂമൻസ് വെർ ഓൾസോ ലൈക്ക് ദാറ്റ്. മനുഷ്യചരിത്രത്തിൽ ആദിമ മനുഷ്യൻ ഇതേപോലെ തന്നെയായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ കഴിച്ചിട്ടുണ്ടായിരുന്നത്? ഇലകളും പഴങ്ങളും കിഴങ്ങുകളും ധാന്യങ്ങളും അതുപോലെ മൃഗങ്ങളുടെ മാംസവും. അതും പച്ചക്കാണ് കേട്ടോ, കുക്ക് പോലും ചെയ്യാതെയാണ് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത പേജിലേക്ക് പോകാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്തിൻ്റെ പിക്ചേഴ്സാണ് ഇവിടെ? ആദിമ മനുഷ്യൻ, പഴയ കാലത്ത് ആളുകൾ എങ്ങനെയാണ് ഭക്ഷണം തേടിയിരുന്നത് എന്നതിൻ്റെ ഒരു പിക്ചറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദിസ് പിക്ചർ ഗിവൺ എബോവ് ഇൻഡിക്കേറ്റ് ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ്
obtaining food by the early human beings എങ്ങനെയാണ് ഭക്ഷണം ഗ്യാദർ ചെയ്തത്, എങ്ങനെയാണ് ഭക്ഷണം നേടിയത്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെയായിരുന്നു ഭക്ഷണം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു പിക്ചറായിരുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? വാട്ട് ഡീറ്റെയിൽസ് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ് അബൌട്ട് ദ ഒബ്റ്റെയിനിങ് ഫുഡ് ഓഫ് ഏർലി ഹ്യൂമൻ ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നുള്ളത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഒന്ന്, ദ ഗ്യാതേർഡ് ഫുഡ്, അവരെന്ത് ചെയ്യുന്നു, ഭക്ഷണം നേടിയിരുന്നു, ശേഖരിച്ചു വെച്ചിരുന്നു. ദ ഹണ്ടഡ് അനിമൽസ് ഫോർ ദെയർ ഫുഡ്, അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അനിമൽസിനെല്ലാം വേട്ടയാടിയിരുന്നു. ഫിഷിംഗ്, മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഷെയറിങ് കളക്റ്റഡ് ഫുഡ്, അവരിങ്ങനെ ഒറ്റയ്ക്കല്ല ഹണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് മൃഗങ്ങളെ കൊല്ലുകയും മീൻ പിടിക്കുകയും ചെയ്തിട്ട് അവരെന്ത് ചെയ്തു, ആ ഫുഡ് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ട് മൈറ്റ് ബി ദ ഫുഡ് ഐറ്റം ദേ ഹാഡ് ഒബ്റ്റെയിൻ ത്രൂ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ്, വേട്ടയാടലിലൂടെയും ഭക്ഷണ ശേഖരണത്തിലൂടെയും അവർ ഏതൊക്കെ ഭക്ഷണമായിരുന്നു ശേഖരിച്ചിട്ടുണ്ടായിരുന്നത്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്, വീണ്ടും എന്തൊക്കെയായിരിക്കാം? ഫിഷ്, അനിമൽസ്, പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഇലകളും ലീവ്സും. നെക്സ്റ്റ് ടോപ്പിക്, ഫയർ ആൻഡ് ഫുഡ്. ഡിഡ് ദ ഏർലി ഹ്യൂമൻ കുക്ക് ദ ഫുഡ് ഐറ്റം ദേ ഹാഡ്? In the early times, they ate food raw as they did not know the use of fire. അവർക്ക് തീ കണ്ടുപിടിക്കുന്നതിന് മുൻപ് അവരെങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്? എല്ലാം പച്ചയ്ക്കായിരുന്നു അല്ലേ? പഴങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും അതുപോലെ മറ്റുള്ള മൃഗങ്ങളുടെ മാംസവും എല്ലാം പച്ചയ്ക്കായിരുന്നു കഴിച്ചിട്ടുണ്ട്, പാചകം ചെയ്യാതെയായിരുന്നു കഴിച്ചിട്ടുണ്ട്. കാരണം എന്താ, അവർക്ക് തീ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് വെൻ ദേ ലേൺ ടു യൂസ് ദ ഫയർ ഇൻ ദ കൺട്രോൾ മാനർ ദേ സ്റ്റാർട്ടഡ് ടു കുക്ക് ആൻഡ് ഈറ്റ്. തീ കണ്ടുപിടിച്ചതോടുകൂടി അവരെന്ത് ചെയ്തു? തീ കണ്ടുപിടിക്കുക മാത്രമല്ല അതിനെ നിയന്ത്രിക്കാനും കൂടെ അവർ പഠിച്ചതിന് ശേഷമാണ് അവരെന്ത് ചെയ്യാൻ തുടങ്ങിയത്? കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെയൊന്നും അല്ല കേട്ടോ, തീയിൽ ചുട്ടെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിഴങ്ങ് വർഗ്ഗമാണെങ്കിലും അതുപോലെ തന്നെ മാംസമാണെങ്കിലും തീയിൽ ചുട്ടെടുക്കുമായിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കാം ഇവർക്ക് കുക്ക് ചെയ്ത ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുക? യൂസ് ഓഫ് ഫയർ ഫോർ കുക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ. നമ്മുടെ മനുഷ്യൻ്റെ ഭക്ഷണ രീതിയിൽ ഏറ്റവും നല്ലൊരു നാഴികക്കല്ലായി എന്ന് പറയുന്നത് തീയുടെ കണ്ടുപിടുത്തമാണ്. ആദ്യമായി അവർ കുക്ക് ചെയ്ത ഫുഡ് കഴിച്ച് യാദൃശ്ചികമായിരിക്കാം അല്ലേ? എങ്ങനെയായിരിക്കാം? ദ ഫസ്റ്റ് കുക്ക്ഡ് ഫുഡ് ദ എയ്റ്റ് വാസ് പ്രോബബ്ലി ദ മീറ്റ് ഓഫ് ഡെഡ് അനിമൽസ് ഇൻ വൈൽഡ് ഫയർ. കാട്ടുതീയൊക്കെ വരുന്ന സമയത്ത് മൃഗങ്ങളൊക്കെ അതിൽ പെട്ട് ചത്തിട്ടുണ്ടാവും. അങ്ങനെ ഉള്ള മൃഗങ്ങളുടെ മാംസം ഭക്ഷിച്ചപ്പോൾ അവർക്ക് നല്ല രുചി തോന്നിയിരിക്കാം. അതിനുശേഷമായിരിക്കും അവരെന്ത് ചെയ്യുക? മാംസം ചുട്ടെടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. ആഫ്റ്റർ ലേണിംഗ് ഹൗ ടു മേക്ക് ആൻഡ് കൺട്രോൾ ഫയർ, തീ വെച്ചാൽ മാത്രം പോരല്ലോ അല്ലേ, തീ കത്തിച്ചാൽ മാത്രം പോരാ, അതിനെ കൺട്രോൾ ചെയ്യാനും കൂടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? മൊത്തത്തിൽ തീ പടർന്നുകൊണ്ടിരിക്കും. കൺട്രോൾ ദ ഫയർ ദേ ബിഗാൻ ടു കുക്ക് മീറ്റ് ആൻഡ് ഫിഷ്. അവരതിന് ശേഷം എന്ത് ചെയ്യും? മീറ്റും ഫിഷും എല്ലാം ചുട്ടെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഗ്രാജുവലി ദേ ബിഗാൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. ആദ്യം മാംസവും മീനും ഫിഷുമാണ് ചുട്ടെടുത്തത്, പിന്നീട് അതിനുശേഷം കിഴങ്ങ് വർഗ്ഗങ്ങളും ചുട്ടെടുത്ത് കഴിക്കാൻ തുടങ്ങി. ദാറ്റ് ഈസ് ഹൗ ഹ്യൂമൻ ഡെവലപ്ഡ് ദ കൾച്ചർ ഓഫ് കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ്. അതിനുശേഷമാണ് ഒരു മനുഷ്യൻ കുക്ക് ചെയ്തുകൊണ്ട് പാചകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. ദ നൊമാഡിക് മാൻ ഹണ്ടഡ് ആൻഡ് ഗ്യാതർഡ് ഓൺലി ദ ഫുഡ് ദേ നീഡഡ് ഫോർ ദ ഡേ. അവിടെ ആ കാലത്ത് ആളുകൾ അവർക്ക് ഒരു ദിവസത്തേക്ക് അന്നത്തേക്ക് വേണ്ട ഭക്ഷണം മാത്രമായിരുന്നു അവരിന്ത്യ ഹണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നാളത്തേക്ക് വേണ്ട അവർ നാളെ ചെയ്യുമായിരുന്നു. ലേറ്റർ ദേ വേർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് സം അതർ മീൻസ് ടു ഒബ്റ്റെയിൻ ഫുഡ്. ഇനി അവർ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ നമ്മളെങ്ങനെയായിരുന്നു, അവരെങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹണ്ട് ചെയ്തിട്ട് അല്ലേ, വേട്ടയാടി മൃഗങ്ങളെ പിടിച്ചു പോയിട്ട് മരങ്ങളിൽ നിന്നും മണ്ണിൽ നിന്നൊക്കെ കിഴങ്ങുകളും പഴങ്ങളൊക്കെ പറിച്ചെടുത്ത് കഴിച്ചു. അപ്പോഴത്തെ വിശപ്പ് മാറ്റുമായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? ഭക്ഷണത്തിന് വേണ്ടി മറ്റു പല മാർഗങ്ങളും സ്വീകരിക്കേണ്ടതായിട്ട് അവർ ആലോചിച്ചു തുടങ്ങി. എങ്ങനെയാണ് തീ കണ്ടുപിടിച്ചതെന്നുള്ളൊരു ഇത് ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. Humans observed that fire was produced when the dry branches of trees rubbed against each other or against the surface of rocks.
Thus, they learned that the fire could be made by rubbing dry wood against rocks or by rubbing stone. എങ്ങനെയാണ് അവർ തീ ഉണ്ടാക്കാന്ന് ആദിമ മനുഷ്യൻ എങ്ങനെയാണ് തീ കണ്ടുപിടിച്ചത്? ഉണങ്ങിയ മരത്തിൻ്റെ ഇലകൾ പാറകളിൽ ഉരയ്ക്കുമ്പോഴോ അതുപോലെ തന്നെ സ്റ്റോണുകൾ തമ്മിൽ പരസ്പരം ഉരയ്ക്കുന്ന സമയത്ത് എന്ത് വന്നിട്ടുണ്ടായിരിക്കാം? ഒരു തീയുടെ സ്പാർക്ക് വന്നിട്ടുണ്ടാവുക അല്ലേ? അപ്പം അങ്ങനെയാണ് അവരെന്ത് ചെയ്തത്? തീ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. What were the possible conditions that forced by early human find other way to obtain food? ഭക്ഷണം ശേഖരിക്കുന്നതിന് വേണ്ടി, ഭക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ വേറെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ കുറച്ച് കണ്ടീഷൻസ്, കാരണങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയായിരിക്കാം അത്? ഇവിടെ കുറച്ചെണ്ണം പറഞ്ഞിട്ടുണ്ട്. സ്കേഴ്സിറ്റി ഓഫ് എ ഫുഡ്, ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യത, റൈസ് ഇൻ പോപ്പുലേഷൻ, ജനസംഖ്യാ വർധനവ്, എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ. ഇത് കൂടാതെ എന്തൊക്കെയായിരിക്കാം? ഹെൽത്ത് ഇഷ്യൂ, അതുപോലെ തന്നെ ഡിസീസസ്, അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഇതേപോലെ ഹണ്ട് ചെയ്യാനുള്ളൊന്നും ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? വേറെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഫുഡ് പ്രൊഡക്ഷൻ ഫുഡ് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് ആലോചിക്കാൻ തുടങ്ങി. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഡൊമസ്റ്റിക്കേറ്റിംഗ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഫോർ ദെയർ ഡെയിലി ഫുഡ്. അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇണക്കി വളർത്താൻ തുടങ്ങി. ആരെ? അനിമൽസിന്. അതേപോലെ ചെടികളെയൊക്കെ വളർത്തിയെടുക്കാൻ തുടങ്ങി. ഇനീഷ്യലി ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ഷീപ്പ് ആൻഡ് ഗോട്ട് ഫോർ ഫുഡ്. ഭക്ഷണത്തിനായിട്ട് അവർ ആദ്യമായി ഭക്ഷണത്തിന് വേണ്ടി ആദ്യമായി ഇണക്കി വളർത്തിയത് ചെമ്മരി ആടിനെയും അതുപോലെ ആടിനെയാണ് കേട്ടോ. ആദ്യമായി മനുഷ്യൻ ഇണക്കി വളർത്തിയ മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡോഗാണ്. നമുക്ക് ബോക്സിൽ നിന്ന് നോക്കാം. ഡോഗ് വാസ് ദ ഫസ്റ്റ് അനിമൽ ഡൊമസ്റ്റിക്കേറ്റഡ് ബൈ ഹ്യൂമൻസ്. സിൻസ് ഡോഗ്സ് വാസ് ഈസിലി ടേമബിൾ, ദേ വേർ യൂസ്ഡ് ഫോർ വാച്ചിങ് ആൻഡ് ഹണ്ടിങ്. However, spread of agriculture, humans started domesticate other animals for food and other needs. ആദ്യമായിട്ട് ഇണക്കി വളർത്തിയത് നായയാണ്. അതിനുശേഷം ബാക്കി കുറേ മൃഗങ്ങളെ അവരെന്ത് ചെയ്തു? ഇണക്കി വളർത്താൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഭക്ഷണത്തിനും വേണ്ടി മാത്രമല്ല, ബാക്കി പല ആവശ്യങ്ങൾക്കും ആയിരിക്കും. പശു ആണെങ്കിൽ എന്തായിരിക്കാം? പശുവിനെയും കാളനെയൊക്കെ നമ്മൾ നിലമൊക്കെ ഉഴുതുമറിക്കാൻ വേണ്ടി ആയിരിക്കാം. What were the changes brought about in human life following the domestication of animals and plants? How did they rear the plants? ഇവിടെ നോക്കൂ, റെയർ പറഞ്ഞാൽ അവിടെ അർത്ഥം ഉദ്ദേശിക്കുന്നത് വളർത്തുക, നമ്മൾ ഇണക്കിയൊക്കെ വളർത്തില്ല, അതിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ ലൈഫിൽ നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരുവാൻ ഈ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, ചെടികളെയും മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്താൻ തുടങ്ങിയതിന് ശേഷമാണ് നല്ലൊരു മാറ്റം വന്നിരിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കാം. By domesticating plants and animals, some human societies began to change from hunter-gatherer. നേരത്തെ വേട്ടയാടി ജീവിച്ചിരുന്ന ജീവിത രീതിയിൽ നിന്നും മനുഷ്യന് ഒരു മാറ്റം കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ഹെൽപ്പ് ദ ഹ്യൂമൻസ് ഇൻ മെനി വേ. എങ്ങനെയൊക്കെയാണ് ഡൊമസ്റ്റിക്കേഷൻ ഹെൽപ്പ്ഫുൾ ആയത്? എക്സാമ്പിൾ നോക്കാം. കൗ ആൻഡ് ഗോഡ് ഗേവ് ദ മിൽക്ക് ആൻഡ് മീറ്റ്. ആട് അതുപോലെ പശുവൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നത്? മിൽക്കിന് വേണ്ടിയിട്ടും മീറ്റിന് വേണ്ടിയിട്ടും. കാറ്റിൽ ഓൾസോ ഹെൽപ്പ് ദം ഇൻ പ്ലഫിംഗ് ദ ഫീൽഡ്. കാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? കന്നുകാലികൾ എന്തിനു വളർത്തിയിട്ടുണ്ടായിരുന്നു? പ്ലഫിംഗ് ദ ഫീൽഡ്, വയലുകളെല്ലാം ഉഴുതുമറിക്കുവാൻ, നമ്മളൊക്കെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി വയൽ ഉഴുതുമറിക്കുവാൻ കാറ്റിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ കെപ്റ്റ് ഫോർ ദർ വൂൾ, സ്കിൻ, മീറ്റ് ആൻഡ് മിൽക്ക്. അത് കൂടെ പ്ലഫ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതുകൂടാതെ സ്കിന്നിന് വേണ്ടിയിട്ടും മീറ്റ്, മിൽക്കിന് വേണ്ടിയിട്ടെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവരെ ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു. Large animals can also be used to do physical work like carrying things or ploughing the field. വലിയ മൃഗങ്ങൾ എന്തിനായിരുന്നു വളർത്തിയിട്ടുണ്ടായിരുന്നത് ചോദിച്ചാൽ ഫിസിക്കൽ വർക്ക്, നല്ല വെയിറ്റുള്ള, നല്ല ഭാരമുള്ള സാധനങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനും അതുകൂടാതെ പ്ലഫ് ചെയ്യാൻ, അത് ഉഴുതുമറിക്കാനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഡോഗ്സ് ഓൾസോ ഹെൽപ്ഡ് ഇൻ ഹണ്ടിങ്. നായക്കൾ എന്തിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്? മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയ ജീവിയായിരുന്നു നായ വാച്ച് ചെയ്യാനും അതുപോലെ നമ്മളുടെ കന്നുകാലികളെ, അവർ വളർത്തുന്ന കന്നുകാലികളെ നോക്കാനും അതുകൂടാതെ ഹണ്ടിങ്ങിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നായകൾ. ബൈ ഡൊമസ്റ്റിക്കേറ്റിംഗ് പ്ലാന്റ്സ് ഹെൽപ്പ് ടു ഗെറ്റ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ. നമ്മൾ അതുപോലെ പ്ലാന്റ്സിന് നമ്മൾ കൂടുതലായി വളർത്തുമ്പോൾ അഗ്രികൾച്ചർ തുടങ്ങുമ്പോഴേക്കും എന്തായിരുന്നു? ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ധാരാളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ദ സർപ്ലസ് ഫുഡ് ഓൾസോ ബി എക്സ്ചേഞ്ച് ടു ദ നീഡി പീപ്പിൾ. ഇതെന്ത് ചെയ്തിരുന്നു?
കൂടുതൽ ഉള്ള, അതായത് അവർക്ക് ആവശ്യത്തിന് കഴിഞ്ഞ വസ്തുക്കൾ, ആവശ്യം കഴിഞ്ഞുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആവശ്യമുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് മേ ബി ലീഡ് ടു ദ സ്റ്റാർട്ട് ദ കൺസെപ്റ്റ് ട്രേഡ്. ഇത് എന്തിനു വേണ്ടി നയിച്ചു? ഈ ഒരു കൂടുതലായിട്ട് വന്ന സാധനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കൊടുത്തു, അവരുടെ കയ്യിൽ നിന്നുള്ളത് നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തിനാണ് വന്നിട്ടുണ്ടായിരുന്നത്? ട്രേഡ്, ഒരു കച്ചവടം എന്നുള്ളൊരു ഇന്ന് കാണുന്ന നമ്മുടെ കച്ചവടത്തിലേക്ക് നയിച്ചതാണ് അത്. മൃഗങ്ങളെയും ചെടികളെയും വളർത്താൻ തുടങ്ങിയതിനു ശേഷം മനുഷ്യ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ഏർലി ഹ്യൂമൻസ് മൈറ്റ് ഹാവ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് അഗ്രികൾച്ചർ when they noticed seedling sprouting from discarded food items. ആദിമ മനുഷ്യന് എങ്ങനെയാണ് ഒരു ചെടിയെ വളർത്തിയെടുക്കാം, ഏത് രീതിയിൽ ചെയ്താലാണ് നല്ല രീതിയിൽ വളർന്നു വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യാദൃശികമായി അവർക്ക് വന്നൊരു ആശയമായിരിക്കാം. കാരണം നമ്മൾ വലിച്ചെറിയുന്ന പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങളിൽ നിന്നും വിത്ത് മുളച്ച ചെടിയാകുന്നത് അവർ കണ്ടിട്ടായിരിക്കാം നമ്മൾക്ക് ഇങ്ങനെ ഒരു ചെടികൾ വളർത്തിയെടുക്കാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുക. ഇഫ് ദ സീഡ്സ് വേർ ലെഫ്റ്റ് ഓൺ ദ റോക്ക് ദേ വുഡ് ഡ്രൈ ഔട്ട്. അങ്ങനെ മനസ്സിലായി, പാറയിലിട്ട വിത്ത് മുളയ്ക്കില്ല, അത് ഉണങ്ങിപ്പോകുമെന്നും. അതാണ് ഡ്രൈ ഔട്ട് എന്ന് പറയുന്നത്, റോക്കിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞാൽ. ഈ പുട്ട് ഇൻ ദ വാട്ടർ ദേ വുഡ് ഗെറ്റ് റോട്ടൻ. വെള്ളത്തിൽ വിത്തിട്ട് എന്താ സംഭവിക്കുക? അത് അഴുകിപ്പോകൂലേ, വെള്ളത്തിൽ കുറേ നേരം കുതിർന്നു കഴിഞ്ഞാൽ. ഇതെല്ലാം അവർക്ക് തനിയെ മനസ്സിലായിട്ടുണ്ടാവും. ഹൗവർ ഹ്യൂമൻ ലേൺ ദാറ്റ് സീഡ്സ് ജെർമിനേറ്റ് ഇൻ മോയിസ്റ്റ് ആൻഡ് വാം സോയിൽ. അവരെന്താ, മണ്ണിൽ വീണ വിത്ത് മാത്രമേ നല്ല രീതിയിൽ വളർന്നു വരുന്നുള്ളൂ, മുളച്ചു വരുന്നുള്ളൂ എന്നത് അവരെ കണ്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. ദസ് കൾട്ടിവേഷൻ ഓഫ് എ ക്രോപ്പ് സ്റ്റാർട്ടഡ്. അങ്ങനെ അവരെന്ത് ചെയ്തു? കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ദ എഡിബിൾ പ്ലാന്റ്സ്, റൂട്ട്സ് ആൻഡ് സാപ്ലിംഗ് വേർ സെലക്റ്റഡ്, പ്ലാന്റഡ് ആൻഡ് കൾട്ടിവേറ്റഡ്. അവരെന്ത് ചെയ്തു? ഒരു വിത്ത് എടുത്തു, സെലക്ട് ചെയ്തു, അതിനെ മുളപ്പിച്ചു, ചെടികളാക്കി, അത് കൃഷി ചെയ്തു, കൾട്ടിവേറ്റ് ചെയ്തു, അത് കൃഷി ആദായം എടുത്തു. ഇൻ ദ ഏർലി ഡേ വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ്സ് ആൻഡ് ട്യൂബേഴ്സ് വേർ കൾട്ടിവേറ്റഡ്. ആദ്യമകാലത്ത് എന്തൊക്കെയായിരുന്നു കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്? വീറ്റ്, ഗോതമ്പ്, ബാർലി, ചെറുധാന്യങ്ങൾ, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാമാണ് അവരെന്ത് ചെയ്തത്? കൾട്ടിവേറ്റ് ചെയ്തത്. ഹ്യൂമൻ സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ മെയിൻലി ഓൺ റിവർ ബാങ്ക്. പുഴയുടെ തീരങ്ങളിലാണ്, അതായത് പുഴയുടെ തീരങ്ങളാണ് അവരെ കൃഷി ചെയ്യുവാൻ വേണ്ടി സെലക്ട് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കാം? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? വേർ ദ എസെൻഷ്യൽ വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ വേർ അവൈലബിൾ. അവിടെയാണ് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും അതുപോലെ കൃഷിക്ക് യോജിച്ച രീതിയിലുള്ള മണ്ണും, നല്ല ഫെർട്ടൈൽ സോയിലുള്ളത് എവിടെയാ? പുഴയുടെ തീരങ്ങളിലാണ്. ഫോളോയിങ് ദീസ്, people who wandered in search of food began to settle near the farms. എന്താ, കൃഷിസ്ഥലങ്ങളിൽ തന്നെ അവർ താമസിക്കുവാൻ തുടങ്ങി, അല്ലേ? കൃഷിസ്ഥലത്ത് തന്നെ അവർ താമസിക്കാൻ തുടങ്ങി. വാട്ട് അഡ്വാൻറ്റേജസ് മസ്റ്റ് ദേ ഹാവ് ഹാഡ് ദ സെറ്റിലിംഗ് നിയർ ദ അഗ്രികൾച്ചറൽ സൈറ്റ്. അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് തന്നെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക? ഒന്ന് നോക്കൂ. ദേ കുഡ് പ്രൊട്ടക്ട് ദ അഗ്രികൾച്ചറൽ സൈറ്റ്. അവർക്ക് അവരുടെ കൃഷിസ്ഥലങ്ങൾ നല്ല രീതിയിൽ വാച്ച് ചെയ്യുവാൻ, വന്യമൃഗങ്ങളൊന്നും വന്ന് ശല്യം ചെയ്യാതെ കൃഷി നല്ല രീതിയിൽ നോക്കാൻ സാധിക്കുമായിരുന്നു. ദെയർ വാസ് നോ നീഡ് ടു വാണ്ടർ എറൗണ്ട് ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ഭക്ഷണത്തിന് വേണ്ടി അവർ കളയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവരുടെ കൃഷിസ്ഥലത്ത് നിന്ന് തന്നെ അവർക്ക് എന്ത് ചെയ്യുമായിരുന്നു? ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടുമായിരുന്നു. അടുത്ത പോയിന്റ്, അവൈലബിലിറ്റി ഓഫ് എ ഫുഡ് ഐറ്റം ഇൻക്രീസ്ഡ്. അവർക്ക് ലഭ്യമാകുന്ന ഫുഡ് ഐറ്റം എന്ത് ചെയ്തു? കൂടുതൽ കിട്ടാൻ തുടങ്ങി. കൃഷി ചെയ്യുമ്പോൾ എന്താ, കൂടുതൽ ഫുഡ് ഐറ്റംസ് കിട്ടാൻ തുടങ്ങി. ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്. അവർക്ക് കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ കുറേ സമയം ഉണ്ടായിരുന്നു. നേരത്തെ എങ്ങനെയായിരുന്നു? ഭക്ഷണം നടന്ന് തേടി കണ്ടുപിടിച്ചിട്ട് വേണം കഴിക്കേണ്ടിയിരുന്നത്, അല്ലേ? അപ്പോൾ ചിലപ്പോൾ കുറേ ദൂരം നടന്ന് പോകേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടാവാം നേരത്തെ. ഇപ്പം എന്താ, ഒരു സ്ഥലത്ത് തന്നെ അവർക്ക് ഭക്ഷണ സാധനം കിട്ടുമായിരുന്നു. അപ്പോൾ അവർക്ക് എന്താ, വിശ്രമിക്കാനുള്ള സമയം ധാരാളം ലഭ്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്ക് എന്താ, കൂടുതൽ അഗ്രികൾച്ചർ മേഖലയിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലേ? ഇതുകൂടെ നമുക്ക് എന്തൊക്കെ പറയാം? ഗോട്ട് മോർ ടൈം ടു ടേക്ക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അവർക്ക് കൂടുതൽ സമയം അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഗോട്ട്
പ്ലെൻറ്റി ഓഫ് വാട്ടർ ഫോർ ഡ്രിങ്കിങ് ആൻഡ് അതർ പർപ്പസസ്. അവർക്ക് ധാരാളം ശുദ്ധമായ വെള്ളം കിട്ടും. കാരണം എന്താ, അവർ നിയർ ദ റിവറാണ് അല്ലേ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. പുഴയുടെ തീരത്ത് സെറ്റിൽ ചെയ്തുകൊണ്ട് അവർക്ക് ധാരാളം വെള്ളം ലഭിക്കുമായിരുന്നു. പുഴയുടെ തീരത്താണ് അവർ കൃഷി ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഹൗ മൈറ്റ് റിവർ ബാങ്ക് ഹാവ് ഹെൽപ്ഡ് ഏർലി ഹ്യൂമൻ ടു സെറ്റിൽ? എങ്ങനെയാണ് നദീതീരങ്ങൾ മനുഷ്യന് സെറ്റിൽ ചെയ്യാൻ, താമസിക്കുവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക? അതിനെക്കുറിച്ച് ഷോർട്ട് നോട്ട് നോക്കാം. River valleys are the most fruitful area and the first human settlement were all are based on farming and agriculture. People settle near the river because of the following reason. The soil along the river bank is fertile, plenty of fresh water available for drinking and irrigation. The transportation of people and goods is easier through water. എന്താ, നമ്മൾക്ക് അറിയാലേ, പുഴയുടെ തീരത്തെന്ന് പറഞ്ഞാൽ നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ധാരാളം വെള്ളം ലഭിക്കും അവിടുന്ന്. കാരണം മൃഗങ്ങളെ വളർത്തുമ്പോഴും കൃഷി ചെയ്യുവാനും നമുക്ക് ധാരാളം വെള്ളം ആവശ്യമാണ്. അതുപോലെ വെള്ളത്തിലൂടെ സാധനങ്ങളും ആളുകൾക്കും ദൂരെ യാത്ര ചെയ്യുവാൻ, പെട്ടെന്ന് തന്നെ യാത്ര ചെയ്യുവാനും റിവർ ഹെൽപ്ഫുള്ളാണ്. 5ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠത്തിൻ്റെ ആദ്യ ഭാഗം എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.